എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ഷൊർണൂർ നഗരവനം എന്നൊരു ചെറിയൊരു പാർക്കിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനും എൻ്റെ വൈഫുണ്ടായിരുന്നു. ഞങ്ങൾ ബൈക്കിലാണ് തിരിച്ചത്. പിന്നെ കറക്റ്റ് എന്ന് പറയുമ്പോൾ 11 മണിക്കാണ് ഈ ഷൊർണൂർ നഗരവനം ഓപ്പൺ ആവുക. 20 രൂപയാണ് ടിക്കറ്റിന്. തൊട്ടുള്ളിൽ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ. പിന്നെ ഇതൊരു ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ്. അതുകൊണ്ട് നമുക്ക് യാതൊരു ഭയവും ഒന്നും താവണ്ട. അടിപൊളിയായിട്ട് നമുക്കൊരു ഒരു നഗരത്തിനുള്ളിൽ ഒരു വനം സന്ദർശിച്ചുകൊണ്ട് പുറത്തേക്ക് വരാൻ പറ്റും. തൊട്ട് മുന്നിലായിട്ട് കണ്ടോ ഷൊർണൂർ നഗരവനം എന്ന് എഴുതിയത് നമുക്ക് കാണാം. ഞാനിന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ ഷൊർണൂരുള്ള നഗരവനത്തിലേക്കാണ്. അപ്പോൾ ഇതിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി, പക്ഷേ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നല്ല വെയിലും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് അവർ ഒന്ന് ഉണ്ടാക്കിയൊരു ആ ഒരു വനത്തിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് വരുന്നതേ ഉള്ളൂ. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഞാൻ എന്തായാലും ഉള്ളിൽ കയറിയിട്ടാണ് ഈ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത്. അപ്പോൾ വരുന്ന കാഴ്ചകൾ കാണാം. അങ്ങനെ ഞങ്ങൾ ഷൊർണൂർ നഗരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയ വാഷ്റൂം സൗകര്യങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ്. കാരണം സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഉള്ള വാഷ്റൂം സൗകര്യവും ലഭ്യമാണ്. കുറച്ച് മുന്നേ പോകുമ്പോൾ നമ്മുടെ ഒരു ഭാഗ്യം എന്താണെന്നറിയില്ല, ഓപ്പണായ ടൈം ആയതുകൊണ്ടോ അറിയില്ല, ഷൊർണൂർ നഗരവനത്തിലൂടെ അതിന് തൊട്ട് മുകളിലൂടെ വെള്ളം വീഴാൻ തുടങ്ങി. ആ ഒരു പിക്ചർ ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പ്രത്യേക ഒരു ത്വര നമുക്ക് വരാൻ അങ്ങനെ ഒരു ത്വര വന്നു. കാരണം അത്രയ്ക്കൊരു പെർഫെക്റ്റാണ്. പിന്നെ വെയിലിൻ്റെ കാഠിന്യം ഞാൻ പറയുന്നില്ല, നല്ല വെയിലുണ്ട്. കാരണം ചില ബുഷുകളും മരങ്ങളൊക്കെ വളർന്ന് വലുതാവുന്നേ ഉള്ളൂ. തൊട്ടിപ്പുറത്തായിട്ടൊരു പാർക്ക് സെറ്റപ്പ് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ. ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ പിള്ളേർക്ക് ഒരു 20 രൂപയേ ഉള്ളൂ. പിള്ളേർക്കൊന്ന് സുഖമായിട്ടൊന്ന് കളിച്ച് ആർമാദിക്കാൻ പറ്റിയൊരു ചെറിയൊരു സ്ഥലം തന്നെയാണ് ഇവിടെ ഉള്ളത്. കൂടാതെ കുറച്ചുകൂടി കഴിഞ്ഞൊരു വേലിയൊക്കെ, ഈ വേലിയൊക്കെ കാണുന്ന സംഭവം മൊത്തം സിമെൻ്റാണ്. ഈ വേലിയൊക്കെ കെട്ടിയിട്ടൊരു പാറക്കുളം. ഇതൊക്കെ നാച്ചുറൽ പൂളാണെന്ന് തോന്നുന്നു. കാരണം ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഇതൊരു നാച്ചുറൽ പൂളാട്ടോ. അപ്പോൾ ചുറ്റുപാടുമായിട്ട് കോൺക്രീറ്റ് കൊണ്ട് ഒരു വേലിയെല്ലാം കെട്ടിയിട്ടുണ്ട്. ഒരു കൊക്കിനെയൊക്കെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കാരണം ഒരു കാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ്, പക്ഷേ ശരിക്കും കാടുണ്ട് അവിടെ. ഈ ബാക്കി എൻട്രി സൈഡൊക്കെ ആ ഒരു ആർട്ടിഫിഷ്യലാണ്, കുളം ഒഴികെ ബാക്കിയെല്ലാം. അപ്പോൾ നമുക്കിതിലൂടെ പതുക്കെ നടക്കാം. പിന്നെ നടന്ന് വയ്യാതെയാകുമ്പോൾ വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള പല ചെയർ സൗകര്യങ്ങളും സിമെൻറ്റിൻ്റെ ചെയറുകളും ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് വയസ്സായ നമ്മുടെ അച്ഛനോ അമ്മയോ അഥവാ വേറെ വയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം കുറച്ച് നേരം നടന്നിട്ട് ഇരിക്കാൻ പറ്റിയൊരു സൗകര്യം, പാർക്കിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഓരോ സൈഡിലും ചെയറൊക്കെ നമുക്കിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ പതിയെ ഇരുന്നു കൊണ്ട് ഫാമിലീസിനോടും എല്ലാവരോടും നമുക്ക് സംസാരിക്കാനും എല്ലാം പറ്റും. ഇതേപോലെ ഞാൻ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, അതേപോലെ ഇരുന്നു കൊണ്ട് നമുക്ക് സംസാരിക്കാൻ. ഇതെല്ലാം സന്ധ്യ ടൈമും ആ ഒരു 7 മണി വരെയാണ് ഇവിടെ ടൈം. അപ്പോൾ സന്ധ്യ നേരത്ത് ഒരു സുഖമായിരിക്കും ഇവിടെ. അപ്പോൾ നമുക്ക് കാടിനുള്ളിലേക്ക് പ്രവേശിക്കാം. ഇവിടെ മുതൽ ഇനിയിപ്പോൾ നമ്മൾ കാടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു പ്രത്യേക ഒരു വൈബ് ഉണ്ടാവും. കാരണം പിന്നെ ഒന്നും പേടിക്കണ്ട, കടുവയോ അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് മൊത്തമായിട്ട് ഫോറസ്റ്റിൻ്റെ അണ്ടറിലുമാണ്. ഇവിടെ അധികം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. കൂടിപ്പോയാൽ ചിലപ്പോൾ വല്ല പാമ്പോ അങ്ങനെ സംഭവങ്ങളൊക്കെയും ഉണ്ടായിരിക്കുക. അത് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഒരു ഇരിപ്പിടം. കാട്ടിനുള്ളിലൊക്കെ പോയിട്ടൊരു ഇരിപ്പിടം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതും ഇതാവും. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു വനത്തിലൂടെ ഒരു യാത്ര അത്ര തന്നെയാണ്. കുറച്ചാ കയറുമ്പോഴൊരു വെള്ളച്ചാട്ടവും ഒരു ചെറിയൊരു പാർക്ക് പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബാക്കി നമ്മൾ ഒരു കാട്ട് കൂടെ ചെറുതായിട്ടിരുന്ന ഒരു നമ്മളെന്താ പറയുക, ട്രക്കിങ് പോലെയല്ല, എന്നാലും ചെറിയ കുറച്ച് നടക്കാനുണ്ട്, അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബ് തന്നെയായിരിക്കും. പിന്നെ ടിക്കറ്റ് വില അഡൽട്ട് ഒരാൾക്ക് 20 രൂപയാണ്. പിന്നെ 3 മണിക്കൂർ നമുക്ക് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും കാഴ്ചകൾ വീണ്ടും കാണാം. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം വീണ്ടും നമ്മുടെ കറക്റ്റായിട്ടുള്ള പ്ലേസ് അറിയണമെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഷൊർണൂരാണ്. അതായത് കുളപ്പുള്ളി ഷൊർണൂർ
അവിടെയാണ് വാടാനാംകുറിശി, അവിടെയാണ് ഈ നഗരവനം സ്ഥിതി ചെയ്യുന്നത്. കാരണം നമുക്ക് സേഫും കൂടിയാണ്, കാരണം എല്ലാം ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ ഒക്കെ അതിൻ്റെ ഉള്ളിലാണ് ഇത് നിൽക്കുന്നത് തന്നെ. പിന്നെ കുറച്ച് അടുത്തടുത്തൊക്കെ ആയിട്ട് പേഴ്സണൽ വല്ല പ്രോപ്പർട്ടി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്, കുറേ വീടുകളൊക്കെ ഉണ്ട് ചെറുതായിട്ട്. പിന്നെ കഴിവതും നമ്മളിവിടെ വേസ്റ്റ് ഒന്നും ഇടാതെ നോക്കുക. കാരണം ഇവിടെ ഓരോ സൈഡിലൊക്കെ അവർ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കഴിവതും നമ്മൾ വേസ്റ്റ് ഒന്നും ഇടാതിരിക്കുക, പ്ലാസ്റ്റിക് കൊണ്ടുവരാതിരിക്കുക, അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. ഫോട്ടോസ് എടുക്കാനും പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ പാടം മുകളിലേക്ക് ഇരുന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഈ കാടിന് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു 20 രൂപയല്ലേ ഉള്ളൂ, 3 മണിക്കൂറുണ്ട്. ഫാമിലി ആയിട്ടും വരാം, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഞാൻ ആദ്യം കാണിച്ചല്ലോ ഒരു പാർക്ക് സംവിധാനമൊക്കെ ഉണ്ട് കുട്ടികൾക്കുള്ളത്. അതായത് 11 മണിക്കാണ് തുറക്കുന്നത്. 11 മണിക്ക് തുറന്നിട്ട് വൈകുന്നേരം 7 മണി വരെയാണ് സന്ദർശന സമയം. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇതത് നമുക്ക് കണ്ട നായ കേട്ടോ. പക്ഷേ സൗണ്ട് കേട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ വയറൊന്ന് കാളി. ആളൊന്നുമില്ല, ഒരു പട്ടിയായിരുന്നു കേട്ടോ. അവർ വല്ലതും കഴിക്കാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരിക്കാം. പിന്നെ അവരുടെ ആവാസ കേന്ദ്രമല്ലേ ഇതൊക്കെ. എന്നാലും കുറച്ച് നേരം നമ്മളൊന്ന് പേടിപ്പിച്ചത്. ഇവിടുന്ന് എന്താ സൗണ്ട്? എത്രയായാലും നമ്മുടെ നഗരത്തിൻ്റെ ഉള്ളിലത്തെ വനാണെങ്കിലും പേടി തന്നെയാണ്. എത്ര ദൂരമുണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല, നോക്കാം. അപ്പോൾ പട്ടി നമ്മുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ വല്ലതൊക്കെ കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം. അത് പിന്നാലെ തന്നെ വരുന്നുണ്ട്. പിന്നെ തൊട്ട് അവിടെയൊക്കെ ആയിട്ട് നമുക്ക് സ്പോട്ടൊക്കെ ഉണ്ട്, ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനും. പിന്നെ വള്ളിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി മുന്നോട്ട് പോവാം. മറ്റേ പട്ടിക്കുട്ടനും നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്. എന്തായാലും കമ്പനിക്ക് ഒരാളായല്ലോ, നടന്നുകൊണ്ടിരിക്കാം. പിന്നെ ഈ സൈഡൊക്കെ ഫുള്ള് ഫോറസ്റ്റ് കേട്ടോ. ഈ സൈഡൊക്കെ ബാക്കിലൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഫുള്ള്. ഇതാ പട്ടിക്കുട്ടൻ വരുന്നുണ്ട് കേട്ടോ പിന്നാലെ. ഇത് ഏതുവരെ ഉണ്ട്, എന്താണ് ഇതിൻ്റെ അതിർത്തി ഒന്നും അറിയില്ല. നടന്നുകൊണ്ടിരിക്കുകയാണ്, നോക്കാം എവിടെ എത്തുന്നു. ഇവിടെ പട്ടി നമ്മളെ ക്രോസ് ചെയ്തിട്ട് നമ്മുടെ മുന്നിൽ കൂടെ തന്നെ പോകുന്നുണ്ട്. കാരണം എന്താണ് സംഭവം എന്ന് അറിയുന്നില്ല. ഇത് പുറകോട്ടേക്ക് വന്ന് വീണ്ടും. ഇവിടെയൊക്കെ ഫുള്ളൊരു മുളകളുടെ ഒരു കാട് തന്നെയാണ്, ഫുൾ മുളക്കാട്. ഇവിടെ എത്തിയപ്പോൾ മൊത്തം ഇലയൊക്കെ പൊഴിഞ്ഞ് കിടക്കുക കേട്ടോ താഴെയൊക്കെ. നമ്മുടെ പട്ടിക്കുട്ടൻ്റെ പിന്നാലെ വരുന്നുണ്ട്. മരങ്ങളുടെ പേരൊന്നും എഴുതിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഏത് മരമാണ് എങ്ങനത്തെയാണ് അതിനെക്കുറിച്ചുള്ള അറിവൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ മരങ്ങളുടെ പേരൊന്നും പറയുന്നില്ല. തേക്ക് കണ്ടാൽ മാത്രം മനസ്സിലാവുന്നുണ്ട്. നമ്മളിതാ നല്ല രസമാട്ടോ, നല്ല വൈബുണ്ട് കാണാൻ അല്ലേ. ഈ കാണുന്ന കാഞ്ഞിരം നിങ്ങളവിടെ എന്താ പറയാന്നറിയില്ല. ഇതൊരു കാഞ്ഞിരം. അപ്പോൾ നല്ല കയപ്പായിരിക്കും. അപ്പോൾ അതിൻ്റെ മരമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ പറയുന്നുണ്ട്. ബാക്കി പിന്നെ നമ്മളെക്കാൾ അറിവുള്ള ആളുകളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അതിനിടയ്ക്കിടയ്ക്ക് ഒരു പൈപ്പിൻ്റെ സ്പോട്ടുകളുണ്ട്. സംഭവം നനയ്ക്കാനും മറ്റുമൊക്കെ ആയിരിക്കും. കാരണം കുറേ നമ്മൾ നഗരം ഇവരുണ്ടാക്കിയതാണ്, കുറേ ചെടികളൊക്കെ ഇവർ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. കുറച്ച് എത്ര കിലോമീറ്റർ ഉണ്ടാവും, ഒരു 2-3 കിലോമീറ്റർ നമ്മൾ നടന്നിട്ടുണ്ടാവും. ഒരു സർക്കിൾ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എത്താറായി. ഒരു ചേട്ടൻ എന്താ പുല്ലൊക്കെ വെട്ടാൻ വേണ്ടി വരുന്നുണ്ട്. സൈഡിൽ കിടക്കുന്ന പുല്ലൊക്കെ വെട്ടാനായിരിക്കും, റോഡൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ബാക്കിൽ നിന്ന് കാണുന്നുണ്ടല്ലോ, ഈ റോഡിൽ നിന്നാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ട് ഈ സൈഡിലായിട്ടാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് നമ്മൾ കയറിയ ആ സ്ഥലത്ത് തന്നെ നമ്മളിപ്പോൾ എത്തി. അതായത് ഒരു റൗണ്ട് അടിച്ചു. നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ നടന്നുകൊണ്ടാണ് പെട്ടെന്ന് എത്തി. അല്ലെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ഫാമിലീസൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ പതുക്കെ ഓരോ സ്ഥലത്തും നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വരാൻ പറ്റും. എന്തായാലും ഒരു നഗരത്തിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു തണലൊക്കെ ആയിട്ട് നമുക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കയറിയത്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത്. ഇവിടെ പിന്നെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്.
ചെറിയ യാത്ര കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ പിന്നാലെ കാണുന്നതാണ് ഷൊർണൂർ നഗരവനം തൊട്ട് പിന്നാലെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നല്ലൊരു ഇൻട്രസ്റ്റും ആയിട്ടുള്ള വീഡിയോ കൊണ്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.